അങ്ങനെ ജോർജിയ എത്തി. കറന്റ് ഞാനുള്ളതെന്ന് പറഞ്ഞാൽ ജോർജിയ നാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ്, SUV-യിലാണ് കറന്റ് ഞാനുള്ളത്. ദെൻ ഇവിടെ ആയിട്ട് അവരുടെ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റുഡൻസിന് എന്താണ് ക്ലാസ്സസിലോട്ട് പോകാനായിട്ട് ലിഫ്റ്റും സ്റ്റെയറും അവൈലബിൾ ആണ്. ബിക്കോസ് ഈ ഒരു ബിൽഡിംഗ് വരുന്ന ടോട്ടലായിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ 10 ഫ്ലോറിലാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. അതിൽ ആദ്യത്തെ ഒരു 5 ഫ്ലോർ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മേലോട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻഡോർ സ്റ്റേഡിയം, അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കഫറ്റേരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മുകളിൽ അവർക്ക് ഒരു റിഫ്രഷ്മെന്റ് ഏരിയ ഉണ്ട്. അത് കൂടാണ്ട് എന്തുണ്ട്, താഴെയും വൈൻഡിങ് മെഷീൻസ്, അത് കൂടാണ്ട് നമ്മൾ കയറി വരുന്ന സമയത്ത് ചെറിയ കഫറ്റേരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും വളരെ നന്നായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഹോട്ടലായിട്ട് അല്ലെങ്കിൽ ഒരു 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. ദെൻ അപ്പാർട്ട് ഫ്രം ദീസ് തിങ്സ് നമ്മളിപ്പോൾ ഇവിടുത്തെ കോഴ്സിന്റെ സ്ട്രക്ചർ, അത് കൂടാണ്ട് ഇവിടുത്തെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളോട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിലെ ടോട്ടൽ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ 6 ഇയേഴ്സ് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് നമുക്ക് കോഴ്സ് വരുന്നത് 6 വർഷമാണ്. ഇനി നമ്മുടെ ട്യൂഷൻ ഫീസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂഷൻ ഫീസ് വരുന്നത് ലാസ്റ്റ് ഇയർ, അതായത് 2024 ട്യൂഷൻ ഫീസ് ഉണ്ടായിരുന്നത് $5,500 ആയിരുന്നു 2025 ഫീസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കറന്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ഫീസ് ഇൻക്രീസ് ചെയ്തിട്ട് അറൌണ്ട് 5,900 to 6,000 എന്ന രീതിയിലോട്ട് ആക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ എനിഹോ ഈ വർഷം എന്തായാലും ഒരു ഫീസ് ഇൻക്രീസ് ചെയ്യുകയാണ്. പിന്നെ 6 വർഷത്തെ നമ്മുടെ ഒരു ലിവിംഗ് കോസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇയേഴ്സിന് അറൌണ്ട് ഒരു $18,000 to $20,000 ഒക്കെയാണ് എന്ത് വരുന്നത് നമുക്ക് ലിവിംഗ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ 6 വർഷത്തെ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റല്, ഫുഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഏകദേശം എന്താണ് ഒരു 44 to 45 lakhs നമുക്ക് എന്ത് വരും, എക്സ്പെൻസ് വരും. അത് കൂടാണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വരും. നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സിസ്റ്റം, അത് കൂടാണ്ട് ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ജോർജിയയിലെ അത്യാവശ്യം എല്ലാ യൂണിവേഴ്സിറ്റികളും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. പിന്നെ ജോർജിയയുടെ അടുത്തുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിൽ ECTS സിസ്റ്റം എന്ന് പറയും, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം വളരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ MBBS പഠിക്കാനായിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു എൻറ്റയർ ഫ്ലോർ ഇവിടുന്ന് തുടങ്ങി അതുവരെയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ലാബാണ്. അപ്പം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ പ്രോപ്പർലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കറന്റ് +2 എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ വിദേശത്തുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നല്ലൊരു കൺട്രിയിൽ പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസിൽ ഒന്ന് തന്നെയാണ് ജോർജിയ എന്ന് പറയുന്നത്. ദെൻ ജോർജിയയിലുള്ള ഒരു മികച്ച യൂണിവേഴ്സിറ്റി നിങ്ങൾ നോക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങൾ ടിബിലിസിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് SUവിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ SUവിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, അത് കൂടാണ്ട് നമ്മുടെ വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്, ദെൻ നിങ്ങളുടെ എന്താണ് FMGന്റെ കോച്ചിങ് എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ജോർജിയയിൽ ടിബിലിസിയിൽ ഞങ്ങളുടെ ഓഫീസ് ഉണ്ട്, 24/7 എന്ന രീതിയിൽ ഞങ്ങളുടെ സ്റ്റാഫ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും എന്ത് ചെയ്യും, നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വയറീസിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.